ഹായ് ഗെയ്സ്, വെൽക്കം ടു ആര്യരാജ്. സുഖം തന്നെ. പിന്നെ കർക്കിടക മാസമല്ലേ, പച്ചില മരുന്നുകളൊക്കെ കഴിച്ചു തുടങ്ങിയോ നിങ്ങൾ? ഇത് കണ്ട ബലിപ്പൂ. ഈ ബലിപ്പൂ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ബലിപ്പൂവിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന രോഗങ്ങൾ തന്നെയുണ്ട്. ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വയറിനെ സംബന്ധിച്ചും അങ്ങനെ പല 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 അസുഖങ്ങൾക്കിത് ഉത്തമമായ ഒരു ഔഷധിയാണ്. ഇതിനെ നമ്മൾ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഊരിയെടുക്കണം. ഇതുപോലെ ബലിപ്പൂവിനെ പറിച്ചെടുത്ത് ഇതുപോലെ നമ്മൾ ഊരിയെടുക്കണം. ഊരിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി അരിച്ചെടുത്ത് തേങ്ങാപ്പാലോ സാദാ പാലോ ഒഴിച്ച് കുടിക്കാം. നന്നായി അരച്ച് ഇതുപോലെ അരിച്ചെടുക്കണം. അതിനുശേഷം പാലൊഴിച്ച് നമ്മൾ കുടിക്കണം. അത്രയും ഞാൻ കുടിച്ചു. ഒരു ചുവയുമില്ല. നമ്മളെ അരിമാവ് അരച്ചെങ്ങനെ കുടിക്കും അതുപോലെ ഇരിക്കും. ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പച്ചയ്ക്കാണ്. ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിനെ ഇതുപോലെ ഊരിയെടുത്ത് ഒരു പിടിയായിട്ട് ഇതും അരിയുമായിട്ട് അടിച്ച്, ബലിപ്പൂവും അരിയുമായിട്ട് അടിച്ചെടുത്ത്, എന്നിട്ട് അതിലേക്ക് ശർക്കരയോ കരിപ്പട്ടിയോ ചെത്തിയിട്ട് നമ്മൾ കുറുക്കി കഴിക്കണം. അങ്ങനെ കൊച്ചു പിള്ളേർ ഇതുപോലെ കുടിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ അതാകുമ്പോൾ ഒത്തിരി മധുരമൊക്കെ വരുമല്ലോ, അങ്ങനെ കുറുക്കി അവർക്ക് കൊടുക്കണം. ഇങ്ങനെ ഡെയിലി ഓരോ പച്ചിലകൾ നമ്മളിപ്പോൾ ഉപയോഗിക്കണം. കർക്കിടക മാസമല്ലേ, അതുകൊണ്ട് ഓരോ ഇലകൾ, കാരയില, വേലിപ്പരുത്തി, മാവിൻ്റെ തിളിരില, പറങ്കി മാവിൻ്റെ തിളിരില, പുളിയില, മുരിങ്ങയില, കറിവേപ്പില, അങ്ങനെ 10 ഐറ്റം പച്ചിലകൾ പറിച്ചെടുത്ത് നമ്മൾ ഉണക്കി അരിയും ഉണക്കിയെടുത്ത് ഇതിനെ പൊടിക്കണം. മെഷീനിൽ കൊടുത്ത് പൊടിക്കുകയോ വീട്ടിൽ പൊടിക്കുകയോ ചെയ്യാം. അങ്ങനെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യണം? വറുക്കണം. നന്നായിട്ട് വറുത്തതിന് ശേഷം അതിലോട്ട് ഇതുപോലെ കുറച്ച് തേങ്ങയും കൂടെ ചിരുകിയിട്ട് അതും വറുത്തെടുക്കണം. വറുത്ത് ശർക്കരയോ കരിപ്പട്ടിയോ അതും കൂടെ വറുത്തെടുത്ത് നമ്മൾ കുപ്പിയിലാക്കി വെച്ചിരുന്ന ഈ കർക്കിടക മാസത്തിൽ കഴിച്ച ഏറ്റവും ഉത്തമമായ ഒരു പച്ചില മരുന്നാണ്. അത് നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സാധാരണ ഈ കർക്കിടക മാസത്തിലാണ് ആൾക്കാർക്ക് ഈ കൈ കാല് വേദനകളും കുറുക്ക് ധരിപ്പ് പല ഇത് വരുന്നത്. അസുഖമുള്ളവർക്കെല്ലാം ഈ കർക്കിടക മാസത്തിലാണ് അസുഖങ്ങൾ ഇളവുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതുപോലുള്ള പച്ചിലകളൊക്കെ കഴിച്ചാൽ അടുത്ത വർഷമാകുമ്പോൾ നമുക്ക് ഈ കർക്കിടക മാസമാകുമ്പോൾ നല്ല സുഖമാകും. അങ്ങനെ നമ്മൾ കർക്കിടക മാസം തോറും ഇതുപോലെ ഓരോ ഐറ്റങ്ങളാക്കി മാറി പല ഇത് പച്ചിലകൾ പറിച്ചെടുത്ത് ഇതുപോലെ കുറുക്കി കഴിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ പച്ചക്കടിച്ച് പാലും ചേർത്ത് കഴിക്കണം. അത് നമ്മുടെ ശരീരത്തിന് ഉത്തമമായ ഒരു ഔഷധിയാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം. ഇപ്പോഴേ ഞാനിതൊന്നുമല്ല പറയാൻ വന്ന വേറൊരു കാര്യമുണ്ട്. എനിക്ക് 1-2 കൊലകൾ ഇപ്പോൾ കൊലച്ച് കേട്ടോ. ഒരെണ്ണം ഇന്നലെയല്ല 2 ദിവസമായി അത് ഒടിഞ്ഞ് വീണ് ഇതാ ഇവിടെ കണ്ടോ. ഞാനിതിൻ്റെ ഇലകളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് 2-3 ദിവസമായി. ഇപ്പോൾ അത് പഴുക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് വെട്ടാനാണ് ഞാൻ വന്നത്. ഇതെന്ത് കൊലയാണെന്നറിയാമോ? കദളി വാഴ കയ്യിലിരുന്നു കാക്കയിന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ വന്നാട്ടെ, മാരനാണ് വരുന്നതെങ്കിൽ മധുര പത്തിരി നൽകേണം, മാവ് വേണം, വെണ്ണ വേണം, പൂവാടി പശുവേ പാൽക്കലനേ എന്ന് പറഞ്ഞുകൊണ്ട് കദളി വാഴയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. വാഴ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് വേറെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് കപ്പവാഴ. ഇത് നട്ടിട്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. ഇപ്പോൾ അവന് കൊലച്ച് വന്നു. ആദ്യം ഇത് പച്ചക്കളറിലാണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്തറിയാമോ, കപ്പവാഴ തന്നെ പച്ചയും കൊണ്ട് ചുവപ്പുണ്ട്, പച്ചക്കപ്പയാണെന്ന് വിചാരിച്ചു. പച്ചക്കളറിലുള്ള കാ വന്നതിന് ശേഷം പഴുത്ത് മഞ്ഞപ്പഴമായിട്ട് വരും, പൂവമ്പഴം പോലെ ഇരിക്കും. അതായിരിക്കും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ അല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ചുമന്ന് വരാൻ തുടങ്ങി. അങ്ങനെ ഇത് ഒരു 4-5 പടല വരും. അതുപോലെ തന്നെയാണ് ഇതാ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇവനും ഇതാ
കൊലച്ച് വന്നു തുടങ്ങി. പടല വിരിഞ്ഞ് തുടങ്ങിയില്ല, കൊലച്ച് വന്നതേ ഉള്ളൂ. ഇത്തിരി ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഇതിനെ ഇനി പിടിച്ചൊന്ന് നൂത്ത് കെട്ടണം. നൂത്ത് പെട്ടെന്ന് നമ്മൾ വലിച്ചു നൂത്ത് കെട്ടാൻ പാടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് മൂടിന് ഇളക്കം വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇല്ലാതെ കവിളി പോലെ ഒരു കയറെടുത്ത് കവിളി കെട്ടി അങ്ങ് തറയിൽ കുത്തി അവിടെ വലിച്ചു കെട്ടണം. അല്ലെങ്കിൽ ഞാനന്ന് കാണിച്ചു തന്നില്ല ഇങ്ങനെ ഒരു കവിളി, അതുണ്ടാക്കണം. അതുണ്ടാക്കി നമ്മളിങ്ങനെ ഇതിൽ വച്ച് താങ്ങ് കൊടുക്കണം, എങ്കിലേ നിൽക്കത്തുള്ളൂ. ഈ കാറ്റടിച്ചപ്പോൾ തന്നെ കണ്ടാവാൻ കിടന്ന് ആടുന്നത്. അതുകൊണ്ട് ഇവനെ ഒന്ന് സേഫ്റ്റി ആക്കി നിർത്തണം. നമുക്ക് ഈ കൊല മുറിച്ചാലോ? ബാക്കി കൂടെ വെട്ടി മാറ്റാം. ഈ കൊല എന്ന് വെച്ചാൽ ഒരു കൊല അല്ല കേട്ടോ. ഇവൻ തന്നെ എത്രണ്ണം കാച്ചിക്കുന്നു നോക്കി. കണ്ടോ ഒരാള്, ഇനിയുണ്ട് ഒരാൾ കൂടെ. ഇതാ ഇവിടെ നിൽക്കുകയാണ്. ഇത് കണ്ടോ, അടുത്ത നിൽക്കുന്നത് കണ്ടോ, ഇതാ ഇവിടെയാണ്. അങ്ങനെ ഈ ഒരു അമ്മയ്ക്ക് 3 മക്കളാണിപ്പോൾ ജനിച്ചിരിക്കുന്നത് കണ്ടോ. ഈ ഒരു വാഴക്കൂട്ടം ഇത്രയും വാഴകളാണ് നിൽക്കുന്നത് കണ്ടോ. ഇതിന് ഞാൻ ഊന്ന് കൊടുത്തതിന് വേണ്ട എന്താണെന്ന് അല്ല, ഇങ്ങനെയാണ് ഞാൻ ഇതിന് ഊന്ന് കൊടുത്തിരിക്കുന്നത്. ഏണി പോലത്തെ ഒരു സാധനം കൊണ്ട് ഇതിന് താങ്ങ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല സ്ട്രോങ് ആണ്, അനങ്ങുന്നില്ല കണ്ടോ. അതുകൊണ്ട് ഇതങ്ങനെ അങ്ങ് നിന്നോളും. ഇത് വിളങ്ങില്ല, അടുത്ത് ഇതായിരിക്കും വിളയുന്നത്. ഇത് പോരാഞ്ഞിട്ട് ഇതോ അവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ ഉണ്ട്. ഏകദേശം എനിക്കിപ്പോൾ എൻ്റെ പറമ്പിൽ തന്നെ ഇപ്പോൾ എനിക്കൊരു 9 കൊലകൾ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഈ കൊലയെ മുറിച്ചെടുക്കാം. ഇതിന് ഞാൻ ഇതാ താങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ. അതിൽ തന്നെ ചെതല് കയറും. അവിടെ താങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഒടിയാത്തത്. അതാണ് ഇവിടെ ഒടിയാൻ കാര്യം. കാറ്റടിച്ചപ്പോൾ അവിടെയാണ് ഒടിഞ്ഞത്, ഇവിടെ ഒടിഞ്ഞില്ല. എന്ന് വെച്ചാൽ ഇവിടെ താങ്ങ് കൊടുക്കുന്നു. ഇല്ല, ഇതുപോലുള്ളത് ആണ് ഇനി ആ കപ്പ വാഴയ്ക്ക് കൊടുക്കണം. അപ്പോൾ അത് അവിടെ തന്നെ സ്ട്രോങ് ആയി നിന്നോളും. ഇത് നമുക്ക് വെട്ടി പിടിക്കാം. അവനെ കാണിച്ചു തരാം. ആദ്യം ഞാൻ അവനെ ഒന്ന് കാണിച്ചു തരാം. കെട്ടി വിട്ടതോ ഇല്ലെങ്കിൽ ഇന്നലെ വവ്വാലോ വല്ലോ ഒന്ന് കൊണ്ട് പോകുവാണ് കണ്ടോ. മുഴുവനും പഴുത്തു. എന്താ കണ്ട, മുഴുവനും പഴുത്തു. നല്ല ഒരു കൊല കണ്ട, നല്ല വിളഞ്ഞതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ പഴുക്കില്ലായിരുന്നു. ഒരു കെമിക്കലും ഇടാത്ത ഒരു ഇതാണ്. മൂട്ടിൽ കണ്ടോ, വെറും അടുക്കള വേസ്റ്റ് മാത്രമാണ് ഇതിന് ഇടുക. കോഴിക്കാര അടുക്കള വേസ്റ്റ് മാത്രമേ ഞാൻ ഇതിന് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പഴം കഴിക്കുന്നതിന് നമുക്ക് അമൃത് കഴിക്കുന്നതിന് സംഭവമാണ് വെച്ചാൽ അത്രയ്ക്ക് നല്ലതാണ്. സാധാരണ ഇപ്പോഴല്ല സാധാരണ നമ്മൾ ഡെയിലി ഒരു പഴം കഴിച്ചിരിക്കണം. രാവിലെ കാപ്പി കഴിക്കുമ്പോൾ ഒരു പഴം ഡെയിലി കഴിക്കണമെന്നാണ് ഡോക്ടർമാർ വരെ പറയുന്നത്. നമ്മളെ രാവിലത്തെ പ്രഭാത ശീലങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഡെയിലി ഒരു പഴം കഴിക്കണം. ഇന്ന പഴമൊന്നുമില്ല, ഏത് പഴമായാലും ഒരു പഴം നമ്മൾ ഡെയിലി കഴിച്ചിരിക്കണം എന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയുന്നത്. എൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അമ്മോ, പക്ഷെ ഒന്നും ചെയ്തില്ല കണ്ട. ഇതാണ് കൊല. എങ്ങനെയുണ്ട് എൻ്റെ പരിശ്രമവും എൻ്റെ കൊലയും? ഞാൻ നട്ട പഴമാകുമ്പോഴേ ഞാൻ തന്നെ ആദ്യം ഇതിൻ്റെ ഫലവും കഴിക്കാം. മധുര എണ്ണാനാണിത് കണ്ടോ, എന്തൊരു ടേസ്റ്റ്.
വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബൈ.